നമസ്കാരം. 9 മണി വാർത്ത ആരംഭിക്കുകയാണ്. കന്യാസ്ത്രീകളുടെ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളുടെ മോചനത്തിനുള്ള വഴി തെളിയുന്നു എന്നുള്ളതാണ് ശുഭകരമായ ഒരു വാർത്ത. ഇത് സംബന്ധിച്ച് അമിത്ഷാ തന്നെ സന്ദർശിച്ച MP-മാർക്ക് ചില ഉറപ്പുകൾ നൽകി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഒന്ന്. ഇതടക്കം നിരവധി വാർത്തകൾ ഈ 9 മണി ബുള്ളറ്റിനുണ്ടാകും. ആദ്യം തലക്കെട്ടുകൾ. പീഡനക്കുരുക്കിൽ വേടൻ പരാതി നൽകിയത് കോട്ടയം സ്വദേശിയായ യുവ ഡോക്ടർ. വിവാഹ വാഗ്ദാനം നൽകി വർഷങ്ങളോളം പീഡിപ്പിച്ചു. പണം തട്ടിപ്പിലും പരാതി. വിശദമായി അന്വേഷിച്ച് പോലീസ്. ധർമ്മസ്ഥലയിലെ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി യാഥാർത്ഥ്യമെന്ന് തെളിയുന്നു. 3-ാം ദിവസം കൂടുതൽ തെളിവുകൾ. കുഴിച്ച സ്ഥലത്ത് തലയോട്ടിയും അസ്ഥിയും. കൂടുതൽ വെളിപ്പെടുത്തലുകൾ തേടി അന്വേഷണ സംഘം ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. ന്യൂസ് 18 ബിഗ് ഇംപാക്ട്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വഴി തെളിയുന്നു. ജാമ്യാപേക്ഷയെ സർക്കാർ എതിർത്തേക്കില്ലെന്ന് ഉറപ്പു നൽകിയ അമിത്ഷാ ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങി കന്യാസ്ത്രീകൾ. വിശദീകരിച്ച് വെട്ടിലായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. അല്ല അത് എനിക്ക് രാഷ്ട്രീയം പറയാമല്ലോ. ഞാൻ രാഷ്ട്രീയക്കാരനാകുമ്പോൾ രാഷ്ട്രീയ ചോദ്യം വരുമ്പോൾ തിരിച്ചു ചോദിക്കും. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. കൊള്ളക്കം സൃഷ്ടിച്ച മലേഗാവ് ബോംബ് സ്ഫോടന കേസിൽ 7 പ്രതികളെയും വെറുതെ വിട്ടു. പ്രജ്ഞാ സിംഗ് ഠാക്കൂറും കേണൽ പ്രസാദ് പുരോഹിതും അടക്കം കുറ്റവിമുക്തർ. അന്വേഷണ ഏജൻസികൾ കേസ് തെളിയിക്കുന്നതിൽ പൂർണ്ണമായി പരാജയപ്പെട്ടെന്ന് കോടതി. ഭീകരതയ്ക്ക് മതമില്ലെന്നും ഒരു മതത്തിനും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ലെന്നും കോടതി. അമ്മയിൽ മത്സരചിത്രം തെളിഞ്ഞു. പ്രസിഡന്റാവാൻ ശ്വേതയും ദേവനും മത്സരിക്കും. ജോയിന്റ് സെക്രട്ടറിയായി എതിരില്ലാതെ അൻസിബ ഹസൻ. പരസ്യപ്പോരിലേക്ക് നീങ്ങിയ തെരഞ്ഞെടുപ്പിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചത് മുതിർന്ന താരങ്ങൾ ഇടപെട്ട്. നടൻ അനൂപ് ചന്ദ്രനെതിരെ മുഖ്യമന്ത്രിക്ക് അൻസിബയുടെ പരാതി. ഘർവാപ്പസിയുമായി വീണ്ടും കേരളത്തിൽ ഹൈന്ദവ സംഘടനകൾ. ചെങ്ങന്നൂരിൽ ക്രിസ്ത്യൻ കുടുംബത്തെ മതം മാറ്റ ദൃശ്യങ്ങൾ ന്യൂസ് 18. ഇനിയുള്ള കാലം സനാതനധർമ്മത്തിൽ അഥവാ ഹൈന്ദവ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊള്ളാമെന്ന് അഗ്നിസാക്ഷിയായി ഇതിനാൽ സത്യം ചെയ്തുകൊള്ളുന്നു. നിർബന്ധിത മതപരിവർത്തനമല്ലെന്ന് VHP. തമിഴ്നാട്ടിൽ NDA സഖ്യത്തിൽ വിള്ളൽ. O പനീർശെൽവം സഖ്യം വിട്ടു. സ്റ്റാലിനുമായി കൂടിക്കാഴ്ച. പിണക്കം പ്രധാനമന്ത്രി കാണാൻ വിസമ്മതിച്ചതിന് പിന്നാലെ. മെഡിക്കൽ കോളേജിൽ സൗകര്യങ്ങളില്ലെന്ന് തുറന്നു പറഞ്ഞ ഹാരിസ് ഡോക്ടറെ സർക്കാർ വെറുതെ വിടില്ല. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. നടപടി ഉടനെന്ന സൂചന. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഡോക്ടർ ഹാരിസ്. പ്ലാസ്റ്റിക് മദ്യക്കുപ്പികൾക്ക് പണം നൽകാൻ ബെവ്കോ. മദ്യത്തിന് 20 രൂപ അധികം ഈടാക്കും. കുപ്പി തിരികെ നൽകിയാൽ പണം നൽകും. 800 രൂപയ്ക്ക് മുകളിലുള്ള മദ്യക്കുപ്പികൾ ഇനി ഗ്ലാസ് ബോട്ടിലുകളിൽ. സുരേഷ് കുറുപ്പിനെ UDF-ലേക്ക് സ്വാഗതം ചെയ്ത് മോൻസ് ജോസഫ്. സുരേഷ് കുറുപ്പ് ഏത് മണ്ഡലത്തിലും മത്സരിക്കാൻ യോഗ്യനായ നല്ല സ്ഥാനാർത്ഥിയാണ്. ഏത് മണ്ഡലത്തിലും മത്സരിക്കാൻ യോഗ്യനെന്ന് പുകഴ്ത്തൽ. മുന്നണി മാറി മത്സരിക്കുമെന്ന വാർത്ത തള്ളി സുരേഷ് കുറുപ്പ്. ന്യൂസ് 18 ആദ്യം മുതൽ തൊട്ടുപുറകെയുള്ള വാർത്തയാണ് ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പര. കഴിഞ്ഞ 3 ദിവസമായി തെരച്ചിലാണ്. ഇന്ന് അവിടെ വ്യക്തമായ ദൃഢമായ ചില തെളിവുകൾ ലഭിച്ചു. ധർമ്മസ്ഥലയിൽ മണ്ണിനടിയിൽ കുഴിച്ചുകൂടപ്പെട്ട രഹസ്യം പുറത്തേക്ക്. 3-ാം ദിനത്തിൽ പോയിന്റ് 6 നടത്തിയ പരിശോധനയിൽ നിർണായക തെളിവായി അസ്ഥികൂടം കിട്ടി. 2 അടി താഴ്ചയിൽ കുഴിച്ചപ്പോഴാണ് പുരുഷന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇവ വിദഗ്ധ പരിശോധനയ്ക്കായി ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. 7-ാം പോയിന്റിലെ പരിശോധനയും ഇന്ന് പൂർത്തിയായി. KV ബൈജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ബൈജു, ഇന്ന് ഏറ്റവും ഒടുവിൽ തെളിവുകളിലേക്ക്, അതായത് ഇതുവരെ തെളിവുകൾ എവിടെ എന്നായിരുന്നു ചോദ്യം, പരിശോധന. ഇപ്പോൾ ദാ കൃത്യമായി തെളിവുകളിലേക്ക്, അല്ലേ?
ഇന്ന് പ്രധാനമായും 6ാം പോയിന്റ് കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. പ്രധാനമായും അവിടെ നിന്നുമുള്ള അസ്ഥി ഉൾപ്പെടെയുള്ള തലയോട്ട് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കിട്ടിയതുകൊണ്ട് തന്നെ വിശദമായ പരിശോധന ഈ ഭാഗം കേന്ദ്രീകരിച്ച് നടന്നു. 7ാം പോയിന്റിലും വൈകിട്ടോടുകൂടി പരിശോധന നടത്തി. 2 പോയിന്റിൽ മാത്രമാണ് ഇന്ന് പരിശോധന നടത്തിയത്. എന്തായാലും നിർണായകമായ കണ്ടെത്തലുകളാണ് ഇന്നുണ്ടായിരിക്കുന്നത്. സാക്ഷിയുടെ, അതായത് മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ഫലപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ഇന്ന് പ്രധാനമായും നടന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്ന തെരച്ചിലും, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്നാനഘട്ടയിലാണ് 1ാമത്തെ പോയിന്റ്, 2ാമത്തെ പോയിന്റും. ഇവിടെ വലിയ തോതിലുള്ള തെരച്ചിൽ നടത്തിയെങ്കിലും കാര്യമായ വസ്തുക്കളൊന്നും ലഭിച്ചില്ല. ഒരു സ്ത്രീയുടെ ചുവന്ന ബ്ലൗസും ഒപ്പം ഹാൻഡ് ബാഗും കുറച്ച് തിരിച്ചറിയൽ രേഖകളും മാത്രമാണ് ഇവിടെ നിന്ന് ലഭിച്ചത്. ഏതായാലും ആ കേസ് കൂടി ഇപ്പോൾ SIT അന്വേഷിക്കുന്നുണ്ട്. ലക്ഷ്മി എന്ന ഒരു സ്ത്രീയുടെ തിരിച്ചറിയൽ രേഖയാണ് ഇവിടെ നിന്നും ലഭിച്ചത്. അത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ഇതാരാണ്, ഏത് സമയത്താണ് ഇത്തരത്തിൽ മരണപ്പെട്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വസ്തുക്കൾ ഇവിടെ എത്തിയതെന്ന് സംബന്ധിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്നാനഘട്ടയിൽ ഈ നേത്രാവതി പുഴയ്ക്ക് തൊട്ട് അരികിലാണ്. ഇവിടെ നിന്നും 1 കിലോമീറ്റർ മാറിയാണ് ഇന്ന് 6ാം പോയിന്റ് ഉണ്ടായിരുന്നത്. അവിടെ വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശം. മറുകരയിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ, അതായത് ന്യൂസ് 18 പകർത്തിയ ദൃശ്യങ്ങൾ, അതിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു വസ്തുക്കൾ, പ്രധാനമായും ഈ വസ്തുക്കൾ കിട്ടിയ കാര്യം പുറത്തു വരുന്നത്. SITയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതിൽ വന്നിട്ടില്ല. പക്ഷേ ഒരു മനുഷ്യൻ്റെ അസ്ഥിയും അതോടൊപ്പം ഒരു തലയോട്ടിയും ഇന്ന് ലഭിച്ചത് ഏറ്റവും പ്രധാനമാണ്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ സാക്ഷിയുടെ മൊഴി അത് ബലപ്പെടുത്തുന്നത് തന്നെയാണ്. ഇന്ന് ലഭിച്ച വസ്തുക്കൾ വിദഗ്ധ പരിശോധനയ്ക്കായി, ഫോറൻസിക് പരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട്. നാളത്തെ പരിശോധന വളരെ പ്രധാനമാണ്. 8ാമത്തെ പോയിന്റ്, അതിൽ കൂടുതൽ പേരെ ഇത്തരത്തിൽ കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നാണ് ഈ ശുചീകരണ തൊഴിലാളി തന്നെ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ആ പോയിന്റിലെ പരിശോധന ഇന്ന് നാളത്തെ പ്രധാനമാണ്. നാളെ 8 മുതൽ 11 വരെ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന, അതായത് ഞാനിപ്പോൾ നിൽക്കുന്നതിന് സമീപം ഇതേ റോഡോട് ചേർന്ന് നിൽക്കുന്ന വനമേഖലയിലാണ്. തീർച്ചയായും നാളെയും പരിശോധന തുടരുമെന്നാണ് KV ബൈജു ധർമ്മസ്ഥലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് മറ്റൊരു വാർത്ത കഴിഞ്ഞ കുറേ ദിവസമായി ചർച്ച ചെയ്യുന്നത് കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഏതാണ്ട് ശുഭകരമായ രീതിയിൽ കാര്യങ്ങൾ വരുന്നു എന്ന സൂചനകളാണ്. ഒരുപക്ഷെ അവർക്ക് നാളെ ജാമ്യം കിട്ടിയേക്കാം. കന്യാസ്ത്രീകൾക്ക് വൈകാതെ ജാമ്യം ലഭിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ തന്ന ഉറപ്പും ഇന്നലെ തന്ന ആ കോൺഫിഡൻസോട് ഇപ്പോൾ പിതാവിനോട് അത് ഇൻഫോം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി 1-2 ദിവസത്തിൽ ഇത് ബെയിൽ ജാമ്യം കിട്ടും. സംസ്ഥാന സർക്കാർ അതിന് ഒപ്പോസ് ചെയ്യില്ല, അതിന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത് എല്ലാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും സംസ്ഥാന സർക്കാർ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പ് ഇന്നലെ പ്രധാനമന്ത്രിയും ഹോം മിനിസ്റ്ററും തന്നിട്ടുണ്ട്. അത് ഇൻഫോം ചെയ്യാനാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അത് ചെയ്തിട്ട് ഞാൻ തിരുവനന്തപുരം. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാനുള്ള വഴി ഇതോടെ തെളിയുന്നു എന്ന സൂചനകൾ തന്നെയാണ്. അതായത് അമിത്ഷായെ ഇന്ന് കേരളത്തിലുള്ള MP-മാർ കണ്ടിരുന്നു. സർക്കാർ ജാമ്യാപേക്ഷ എതിർക്കില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി ഉറപ്പു നൽകിയത്. നാളെ ഇവർ ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. NIA കോടതിയിൽ ജാമ്യാപേക്ഷ നൽകേണ്ടതില്ലെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നടപടി. ഇതിനിടെ UDF MP-മാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ട വാർത്ത നേരത്തെ പറഞ്ഞിരുന്നു. ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാക്കൾ വിഷയത്തിൽ ഇടപെടുന്നില്ലെന്ന BJPയുടെ ആരോപണത്തിന് പിന്നാലെ മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ ജയിലിലെത്തി കന്യാസ്ത്രീകളെ കണ്ടു. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മനുദ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചർച്ചകൾക്കൊടുവിൽ കന്യാസ്ത്രീകൾക്ക് ഏതാണ്ട് ആശ്വാസകരമായ, കേരളത്തിൽ ഉടനീളം ഉണ്ടായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ കൂടിയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു ഉറപ്പിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? മനു, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ചും കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അത്തരം ചില ഉറപ്പുകൾ കിട്ടി. നാളെ ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? രജിത്ത്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു ഉറപ്പാണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയ മന്ത്രിമാർ വ്യക്തമാക്കുന്നത്. ഇതിൽ ഒരു പ്രധാന കാര്യം, അമിത്ഷാ ഇവരോട് ട്രയൽ കോർട്ട്, അതായത് വിചാരണ കോടതി തന്നെ സമീപിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. സർക്കാരിന് ഇതിൽ പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ താല്പര്യങ്ങളില്ല. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ സർക്കാർ പ്രത്യേകിച്ച് രാഷ്ട്രീയമായ ഒരു ലക്ഷ്യവും വയ്ക്കുന്നില്ല. അതുകൊണ്ട് ഇനിയുള്ള ഘട്ടങ്ങളിൽ സർക്കാർ
ഈ ഇവരുടെ ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്നാണ് അമിത്ഷാ ഒരു വാക്കായി നൽകിയിരിക്കുന്നത്. ഇത് വിശ്വാസത്തിലെടുത്തിരിക്കുകയാണ് കേരളത്തിലെ MP-മാർ. ജോൺ ബ്രിട്ടോസും അതുപോലെ P. സന്തോഷ് കുമാറും ഈ കാര്യം വ്യക്തമായി പറയുകയും ചെയ്യുന്നു. അവർ കേന്ദ്രമന്ത്രി അമിത്ഷായുടെ ഈ വാഗ്ദാനത്തെ അങ്ങേയറ്റം വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇവരുടെ മോചനം വളരെ എളുപ്പത്തിൽ സാധ്യമാകും എന്ന പ്രതീക്ഷയിലാണ്. സ്വാഭാവികമായും അത് അടുത്ത ദിവസം തന്നെ ഉണ്ടാകും എന്നാണ് കരുതേണ്ടത്. അതേസമയം കേരളത്തിൽ ഇപ്പോഴും അഭിപ്രായ ഭിന്നത തുടരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. കാരണം BJP സംസ്ഥാന അധ്യക്ഷൻ താൻ രാഷ്ട്രീയത്തിന് അതീതമായി ഈ വിഷയത്തെ കാണും എന്ന് പറയുന്നു. പക്ഷേ പല BJP പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കളുടെ ഭാഗത്തു നിന്നും വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങൾ കടന്നു വരികയും ചെയ്യുന്നു. ഇപ്പോൾ ഡോക്ടർ KS രാധാകൃഷ്ണനെ പോലുള്ളവർ ഈ സംഭവത്തെ മറ്റൊരു തരത്തിലാണ് ഇതിനോട് പ്രതികരിക്കുന്നത്. ഛത്തീസ്ഗഡ് പോലെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലാകുമ്പോൾ മറ്റൊരു നടപടിയാണ് ഉണ്ടാകുന്നത്. അതേസമയം അല്ലാത്ത കോൺഗ്രസും മറ്റുള്ളവരും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അറസ്റ്റ് ഉണ്ടാകുമ്പോൾ അതിന് ഇത്ര രാഷ്ട്രീയ പ്രാധാന്യം കിട്ടുന്നില്ല തുടങ്ങിയ വിഷയങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഏതായാലും സംസ്ഥാന BJP അധ്യക്ഷൻ താൻ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടിയുള്ള നിലപാടാണ് എന്ന് ഉറച്ച് പറയുകയാണ്. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും മോചനത്തിന് വഴിതെളി എന്നുള്ളതാണ്. ഇതിനിടയിൽ ഇന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നടത്തിയ ഒരു പ്രസ്താവന അത് വിവാദമായി. കാരണം കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്ത് TTE ആണെന്നാണ് ജോർജ് കുര്യൻ വിചിത്രവാദം ഉന്നയിച്ചത്. എന്റെ സുഹൃത്തെ, നടപടിക്രമം പൂർത്തിയാക്കാതെ ജാമ്യം കൊടുത്താൽ അപേക്ഷ കൊടുത്താൽ തള്ളിക്കളയും, അറിയത്തില്ലേ? അങ്ങനെ പറ്റിയതാണ്. അതിന്റെ അകത്ത് കോൺഗ്രസ്സുകാരാന്ന് പറഞ്ഞില്ല. കോൺഗ്രസ്സുകാരനാണോ? പേടിക്കണ്ട, കോൺഗ്രസ്സുകാരനാന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അല്ലല്ല, അത് എനിക്ക് രാഷ്ട്രീയം പറയാമല്ലോ. ഞാൻ രാഷ്ട്രീയക്കാരനാകുമ്പോൾ രാഷ്ട്രീയ ചോദ്യം വരുമ്പം തിരിച്ചു ചോദിക്കും. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്റെ സുഹൃത്ത്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു വഴിയല്ല, തിരിച്ചും ചോദിക്കാം. നമ്മുടെ ഭരണഘടനയിൽ അങ്ങനെയാണ്. എവിടെയെങ്കിലും സ്കൂളുകളിൽ വേനൽ അവധിക്ക് പകരം മഴക്കാല അവധി കൊണ്ടുവരുന്നത് ചർച്ച ചെയ്യണമെന്ന് മന്ത്രി V. ശിവൻകുട്ടി ഇന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. വാർഷിക പരീക്ഷകൾക്ക് ശേഷമുള്ള അവധിക്കാലം മാറ്റാൻ സർക്കാർ ആലോചന തുടങ്ങിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലെ അവധി ജൂൺ ജൂലൈയിലേക്ക് മാറ്റുന്നത് ചർച്ച ചെയ്യുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. മഴക്കാലത്ത് ക്ലാസ് മുടങ്ങുന്നത് ഇതുവഴി ഒഴിവാക്കാനാകും. ഇതിന് പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും മന്ത്രി സ്വീകരിക്കുന്നുണ്ട്. മഴക്കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ട് കുട്ടികൾക്കുണ്ടാകുന്നു. ഒന്ന്, രക്ഷകർത്താക്കൾ കുട്ടികളെ സ്കൂളിൽ കൊണ്ട് വിടുന്നതിന് വേണ്ടിയുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു. കുട്ടികൾ മഴ നനഞ്ഞുണ്ടാകുന്ന അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും ജില്ലാ കളക്ടർ രാത്രി എത്ര മണിക്കാണ് അവധി പ്രഖ്യാപിക്കുന്നതെന്ന് ചോദിച്ച് കൊണ്ട് രക്ഷകർത്താക്കൾ വിളിക്കുന്നവരെ ഉറക്കമൊഴിഞ്ഞിരിക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട്. അവസാനം അങ്ങനെ കുറേ ബുദ്ധിമുട്ട് ആൾക്കാർക്ക് ഉണ്ടാകുന്നു. പല സ്കൂളുകളും അവധി കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏപ്രിൽ മെയ് മാസം അവധി കൊടുത്താൽ എങ്ങനെ ഇരിക്കും? എടുത്ത് 2 മാസം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട്. വേടനെതിരെ വീണ്ടും കേസ്. ഇത്തവണ മയക്കുമരുന്ന് കേസോ പുലിപ്പല്ല് കേസോ അല്ല, പീഡനക്കേസ്. വേടനെതിരെ വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്തു. തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം ഒരു ഡോക്ടറായ പെൺകുട്ടി, 31-കാരിയായ പെൺകുട്ടി, കോട്ടയം സ്വദേശിനിയാണ് കേസ് നൽകിയിട്ടുള്ളത്. വർഷങ്ങളായി പീഡിപ്പിക്കുന്നു. 2023 വരെ പീഡനം തുടർന്നു. ഒപ്പം സാമ്പത്തികമായും ഇവരെ പറ്റിച്ചു എന്നും പെൺകുട്ടി പറയുന്നുണ്ട്. നവമി ദിനേശ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. നവമി, ഇതിപ്പോൾ അല്പം ഗൗരവമേറിയ ഒരു കേസാണെന്ന് കരുതാം അല്ലേ? 2021 മുതൽ 2023 വരെ പലതവണ ബലാത്സംഗത്തിനിരയായി എന്നാണ് യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട തന്നെ കാണാൻ വേടൻ കോഴിക്കോട്ടെ ഫ്ളാറ്റിലേക്ക് നേരിട്ടെത്തുകയും അവിടെ വെച്ചാണ് ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. തുടർന്നാണ് വേടൻ തന്നെ വിവാഹം കഴിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തത്. പിന്നീട് 5 തവണ പീഡനം നടന്നെന്നും അത് കോഴിക്കോട്, കൊച്ചി, ഏലൂർ എന്നിവിടങ്ങളിൽ വെച്ചാണ് പീഡനം നടന്നതെന്നുമാണ് യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. അതേസമയം സംഭവത്തെക്കുറിച്ച് മറ്റു ചിലർക്ക് അറിയാമെന്നും പരാതിയിൽ പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ മൊഴികളടക്കം രേഖപ്പെടുത്തുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 376 IPC പ്രകാരമുള്ള കേസാണ് രജിസ്റ്റർ ചെയ്തത്. അതിനകത്ത് അന്വേഷണം പ്രാഥമിക സ്ഥിതിയിലാണ്. ഇതിൻ്റെ എല്ലാ രീതിയിലുള്ള നിയമ നടപടികൾ നമ്മൾ എടുക്കും.
എടുത്തിട്ട് ബാക്കി അനന്തര നടപടികൾ ചെയ്യും. വേടനുമായുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും പോലീസിന് യുവതി മൊഴി നൽകിയിട്ടുണ്ട്. വർഷങ്ങളായി താൻ വേടന് പണം കടം കൊടുത്തിരുന്നുവെന്നും യുവതി പറയുന്നുണ്ട്. 2023 മുതൽ തന്നെ ഒഴിവാക്കിയെന്നും വിളിച്ചാൽ ഫോൺ എടുക്കാത്ത അവസ്ഥയിലേക്ക് വേടൻ മാറിയെന്നും പരാതിയിൽ പറയുന്നുണ്ട്. വിവാഹ വാഗ്ദാനത്തിൽ നിന്നും വേടന്റെ പിന്മാറ്റം തന്നെ മാനസികമായി തളർത്തിയെന്നും ഇതിനെ തുടർന്ന് ഡിപ്രഷനിലായെന്നും യുവതി പോലീസിന് മൊഴിയിൽ പറയുന്നുണ്ട്. അതിനിടെ പരാതിക്കാരിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണമാണ് നടക്കുന്നത് എന്ന് അഭിഭാഷക വ്യക്തമാക്കി. വീട്ടിൽ പലരും അതിക്രമിച്ച് കയറുകയും ചെയ്തു. പരാതിക്കാരി ഇപ്പോൾ വലിയ മാനസിക സമ്മർദ്ദത്തിലാണ് കടന്നു പോകുന്നതെന്നും പരാതിക്കാരിയുടെ അഭിഭാഷക വ്യക്തമാക്കി. അവര് വളരെ ഒരു ശക്തമായ മാനസിക സംഘർഷത്തിലാണ്. മാത്രമല്ല അവരുടെ വീട്ടിലേക്ക് പലരും അതിക്രമിച്ച് കയറുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പോലീസ് പ്രൊട്ടക്ഷൻ ഓർഡറും കൂടെ മൂവ് ചെയ്യാൻ വേണ്ടി പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി തന്നെ കോടതിയെ സമീപിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. IPC 376, IPC 376 2N എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും വേടന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുവാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് ഇനി അമ്മയിലെ പോരാട്ടം, അമ്മയെ ആര് നയിക്കുമെന്നുള്ള ചോദ്യം വളരെ പ്രധാനമാണ്. ഇന്ന് അല്പം ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ദിവസമാണ്. കാരണം ബാബുരാജ് മത്സരരംഗത്ത് നിന്ന് പിന്മാറി. ഒപ്പം മത്സരിക്കാൻ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സൂപ്പർ താരങ്ങൾ ഇടപെട്ട വാർത്തയും പുറത്തു വന്നു. താരസംഘടനയായ അമ്മയിൽ മത്സര ചിത്രം തെളിഞ്ഞു. പ്രസിഡന്റ് സ്ഥാനത്ത് ശ്വേതാ മേനോനും ദേവനും തമ്മിലാണ് മത്സരം. ജഗദീഷ് പത്രിക പിൻവലിച്ചു. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസനെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്ന് നടൻ ബാബുരാജ് പിന്മാറി. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഈ സ്ക്രൂട്ടിനി അംഗങ്ങൾ സംസാരിച്ചു. അവരുടെ വാക്കുകൾ. പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് 2 പേരാണുള്ളത്, ദേവൻ ആൻഡ് ശ്വേതാ മേനോൻ. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 3 പേരുണ്ട്, ജയൻ ചേർത്തല, ലക്ഷ്മി പ്രിയ ആൻഡ് നാസർ ലത്തീഫ്. യെസ്, 3 പേരുണ്ട്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് 2 പേരാണ്, രവീന്ദ്രൻ ആൻഡ് കുക്കു പരമേശ്വരൻ. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസന്റെ നോമിനേഷൻ മാത്രമേ ഉള്ളൂ. ഒരേ ഒരാളിന്റെ നോമിനേഷൻ മാത്രമേ ഉള്ളൂ, അത് അൻസിബ ഹസനാണ്. ഓക്കെ. ട്രഷറർ സ്ഥാനത്തേക്ക് 2 പേരാണുള്ളത്, അനൂപ് ചന്ദ്രനും ഉണ്ണി ശിവപാലും. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ലേഡി റിസർവേഷൻ, അതിലേക്ക് 5 പേരാണുള്ളത്, നീന കുറുപ്പ്, സജിത ബേട്ടി, സരയു മോഹൻ, ആശ അരവിന്ദ്, അഞ്ജലി നായർ. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ജനറൽ സീറ്റിലേക്ക് 8 പേരുണ്ട്. അവരുടെ പേരുകൾ കൈലാഷ്, സിജോയ് വർഗീസ്, റോണി ഡേവിഡ് രാജ്, ടിനി ടോം, സന്തോഷ് കീഴാറ്റൂർ, വിനു മോഹൻ, നന്ദു പൊതുവാൾ ആൻഡ് ജോയ് മാത്യു. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നു. നവമി, കാര്യങ്ങളൊന്ന് കലങ്ങിത്തെളിഞ്ഞു, മത്സര ചിത്രം വ്യക്തമായി, ഒപ്പം സൂപ്പർ താരങ്ങളുടെ ഇടപെടലടക്കം ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഉണ്ടായി എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. ഒരുപാട് നാടകീയ സംഭവങ്ങൾക്കൊടുവിലാണ് അമ്മയുടെ തെരഞ്ഞെടുപ്പ് മത്സര ചിത്രം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള മത്സരങ്ങളിൽ നിന്നും നടൻ ബാബുരാജും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്നും നടി നവ്യ നായരും പിന്മാറുന്ന സാഹചര്യമുണ്ടായി. ഇനി പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരം അത് ശ്വേതാ മേനോനും നടൻ ദേവനും തമ്മിലായിരിക്കും. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും രവീന്ദ്രനും തമ്മിലായിരിക്കും മത്സരം നടക്കുക. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തല, ലക്ഷ്മി പ്രിയ, നാസർ ലത്തീഫ് എന്നിങ്ങനെയാണ് മത്സരവും നടക്കുക. ഒപ്പം ജോയിന്റ് സെക്രട്ടറിയായി അൻസിബ ഹസനെ എതിരില്ലാതെ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും നിരവധി പേരാണ് മത്സരിക്കുന്നത്. നീന കുറുപ്പ്, സജിത ബേട്ടി, സരയു, ആശ അരവിന്ദ്, അഞ്ജലി നായർ, കൈലാഷ്, വിനു മോഹൻ, ജോയി മാത്യു, സിജോയ് വർഗീസ്, റോണി ഡേവിസ്, ടിനി ടോം, സന്തോഷ് കീഴാറ്റൂർ, നന്ദു പൊതുവാൾ എന്നിവരാണ് ഈ മത്സര രംഗത്തുള്ളത്. അതിനിടെ മാധ്യമങ്ങളിലൂടെ മോശം പ്രസ്താവന നടത്തിയെന്ന ആരോപണത്തിൽ നടൻ അനൂപ് ചന്ദ്രനെതിരെ നടി അൻസിബ
ഇൻഫോ പാർക്ക് പോലീസിനും മുഖ്യമന്ത്രിക്കും പരാതി നൽകുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ അൻസിബ നൽകിയ പരാതിയെക്കുറിച്ച് അറിയില്ലെന്നും താൻ ആരെയും അപമാനിച്ചിട്ടില്ലെന്നും നടൻ അനൂപ് ചന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതൊന്നുമില്ല, ഇതൊക്കെ ഇലക്ഷൻ അല്ലേ, അപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചുമ്മാ ഒരു രസമൊക്കെ വേണ്ടേ, വെറുതെ നമ്മൾ ബലം പിടിച്ചു തന്നാൽ മാത്രം മതിയോ? ഇത് ഇലക്ഷൻ ആകുമ്പോൾ ഒരു രസമൊക്കെ വേണം. ആരെയും അധിക്ഷേപിച്ചിട്ടില്ല, അധിക്ഷേപിക്കുക എന്നുള്ളത് എൻ്റെ ഒരു സംസ്കാരമല്ല. എന്തായാലും ഓഗസ്റ്റ് 15 രാവിലെ 10 മണി മുതൽ കൊച്ചി ലുലു മാരിയറ്റിൽ വെച്ചാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. അന്നേ ദിവസം തന്നെ ഉച്ചയ്ക്ക് ശേഷം ഫലപ്രഖ്യാപനവും ഉണ്ടാകും. നവമിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. 9 മണി വാർത്ത ന്യൂസ് അറ്റ് 9 തുടരും ഇടവേളയ്ക്ക് ശേഷം. തമിഴ്നാട്ടിൽ നിന്ന് കാര്യമായ ചില സംഭവവികാസങ്ങളുണ്ടായി. മുൻ മുഖ്യമന്ത്രി ഒ പനീർശെൽവം നയിക്കുന്ന AIDMK വിഭാഗം NDAയിൽ നിന്ന് രാജിവെച്ചു. BJP നയിക്കുന്ന സഖ്യവുമായി ഇനി ബന്ധമില്ലെന്നും പ്രഖ്യാപിച്ചു. രാവിലെ നടക്കാനിറങ്ങിയ വേളയിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിനും OPSും തമ്മിൽ കണ്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് NDA വിടുകയാണെന്ന് OPS വിഭാഗം പ്രഖ്യാപിച്ചത്. വൈകിട്ടും സ്റ്റാലിനുമായി പനീർശെൽവം കൂടിക്കാഴ്ച നടത്തിയത് OPS DMK സഖ്യ സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മനു, പ്രധാനപ്പെട്ട നിർണായകമായ രാഷ്ട്രീയ സാഹചര്യമാണ്. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ പനീർശെൽവം ശ്രമിച്ചിരുന്നുവെന്നും അതിന് അനുമതി അദ്ദേഹം നിഷേധിച്ചുവെന്നുമാണ്. അതിനുശേഷമാണോ ഈ തെറ്റലുണ്ടായത്? രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ പ്രധാനമന്ത്രിയെ കാണാൻ ശ്രമിച്ചു, പക്ഷേ അനുമതി ലഭിച്ചില്ല. പിന്നീട് അമിത്ഷായും സമാനമായ രീതിയിൽ അദ്ദേഹം കാണാൻ ശ്രമിച്ചെങ്കിലും അതിലും അനുമതി ലഭിച്ചില്ല. AIDMKയുടെ യഥാർത്ഥ അവകാശി പന്നീർസെൽവമല്ല എന്ന രീതിയിൽ വരികയും എടപ്പാടി പഴനിസ്വാമിക്ക് ആ സ്ഥാനം ലഭിക്കുകയും ചെയ്തതോടുകൂടി BJP കൂടുതൽ അങ്ങോട്ടേക്ക് ചായുന്നു എന്ന വിവരങ്ങൾ ഒരു വശത്ത് പുറത്തു വരുന്നു. സ്വാഭാവികമായും അവിടെ ഒരു കൂട്ടു സർക്കാർ ഉണ്ടാകില്ലെങ്കിലും മുന്നണി ഉണ്ടാകും എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പാകുന്നു. അങ്ങനെ OPS ഏറെക്കുറെ ഈ സഖ്യത്തിൽ നിന്ന് താൻ പുറത്തായി എന്ന് മനസ്സിലാക്കിയൊരു ഘട്ടത്തിലാണ് നിൽക്കുകയായിരുന്നു. മാത്രമല്ല, സർവശിക്ഷാ അഭിയാനിനെ സംബന്ധിച്ചുള്ള ഫണ്ട് വിഹിതം നൽകുന്നതിൽ BJP സർക്കാരിനെ ശക്തമായി, അല്ലെങ്കിൽ NDA സർക്കാരിനെ അദ്ദേഹം ശക്തമായി തമിഴ്നാട്ടിന് പണം നൽകുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് വിമർശിക്കുകയും ചെയ്തു. സ്റ്റാലിനോടൊപ്പം നടക്കാനിറങ്ങി രാവിലെ രണ്ടുപേരും കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യം OPS സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. പിന്നീട് അത് വലിയ തോതിൽ വൈറലാകുകയും ചെയ്തു. സ്റ്റാലിനെ കാണുന്നു, ആ ചിത്രം എടുക്കുന്നു, പിന്നീട് അത് പങ്കുവയ്ക്കുന്നു. അതിന് തൊട്ടു പുറകെയാണ് ഇനി NDA സഖ്യത്തിൽ ഇല്ല എന്ന് പന്നീർസെൽവം വ്യക്തമാക്കുന്നത്. അതിനുശേഷം പിന്നീട് അദ്ദേഹം വീണ്ടും സ്റ്റാലിനെ സന്ദർശിക്കുന്നുണ്ട്. സ്വാഭാവികമായും അവിടെ സ്റ്റാലിനും അദ്ദേഹത്തിൻ്റെ മകനുമൊക്കെയുള്ള ഘട്ടത്തിൽ അവിടെ ചെല്ലുകയും സ്റ്റാലിൻ നേരത്തെ അനാരോഗ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. അപ്പോൾ അതിൻ്റെ ആരോഗ്യ സാഹചര്യങ്ങൾ അന്വേഷിക്കാനാണ് യാത്ര അല്ലെങ്കിൽ അങ്ങ് ചെന്നത് എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട്. ഏതായാലും ഈ വരാനിരിക്കുന്ന തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ നിർണായകമായ മാറ്റങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഏതായാലും BJP ഖുഷ്ബു BJPയുടെ ഉപാധ്യക്ഷയായി മാറിയതോടുകൂടി വിജയുമായി ഒരു ഐക്യം വേണം എന്ന നിലപാട് വയ്ക്കുന്നു. പന്നീർസെൽവമാകട്ടെ BJP സഖ്യത്തിൽ NDA സഖ്യത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഇനി പന്നീർസെൽവത്തിന് സ്വാധീനമുള്ള തേനിയിലെ തേവർ വിഭാഗം എന്ത് തീരുമാനമെടുക്കും എന്നതൊക്കെ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാണ്. ഏതായാലും അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഇതിൽ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല, എല്ലാം സമയമാകുമ്പോൾ പറയും എന്നാണ്. ഏതായാലും ഇത് ഒന്നും തള്ളിക്കളയുന്നില്ല. TVKയിൽ ചേരുമോ എന്ന ചോദ്യം അദ്ദേഹത്തിന് മുമ്പിലുണ്ട്. അതും അദ്ദേഹം തള്ളിക്കളയുന്നില്ല, എല്ലാം സമയമാകുമ്പോൾ പറയാം എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും പൻരുതി S രാമചന്ദ്രൻ ആണല്ലോ പന്നീർസെൽവത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരു അനുയായി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹവും ഈ സാധ്യതകളൊന്നും തള്ളിക്കളയുന്നില്ല, എല്ലാം സമയമാകുമ്പോൾ നടക്കും എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് അവിടെ നിന്നും വരുന്നത്. ശരി, മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തമിഴ്നാട്ടിൽ അങ്ങനെ പുതിയ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുകയാണ്. നമുക്കിനിയും പ്രത്യേക സെഗ്മെന്റിലേക്ക് പോകാം. മുകളിൽ ഒരാളുണ്ട്. സ്വർണവും പണവും കവർന്ന സ്ത്രീയെ കാട്ടാക്കട പോലീസ് അറസ്റ്റ് ചെയ്തു. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലായിരുന്നു നെടുമങ്ങാട് സ്വദേശി ശ്യാമള പിടിയിലായത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ആയിരുന്നു സംഭവം. നമുക്ക് ആ CCTV ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകണം. കാട്ടാക്കട ചന്തയിൽ പച്ചക്കറി വാങ്ങാൻ വന്ന കിള്ളി സ്വദേശി യഹിയയുടെ കയ്യിൽ നിന്നുമാണ് സ്വർണവും പണവും അടങ്ങിയ പേഴ്സ് ഇവർ കവർന്നത്. വീട്ടിൽ സ്വർണം സൂക്ഷിക്കുന്നത് ശരിയല്ലെന്ന് കരുതി സ്വർണവും പണവും പേഴ്സിലാക്കിയായിരുന്നു അവർ മാർക്കറ്റിലേക്ക് എത്തിയത്.
ചന്തയിൽ വെച്ച് തന്നെ പേഴ്സ് നഷ്ടപ്പെടുകയായിരുന്നു. തുടർന്ന് കാട്ടാക്കട പോലീസിൽ പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധന, CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ പ്രതിയെക്കുറിച്ചുള്ള സൂചന പോലീസിന് കിട്ടുന്നത്. ഇവരെ പോലീസ് ദൃശ്യങ്ങൾ പരിശോധിച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മറ്റൊരു വാർത്ത, കേരളത്തിൽ വീണ്ടും ഘർ വാപ്പസി. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിലാണ് ചെങ്ങന്നൂരിൽ ക്രൈസ്തവ കുടുംബത്തെ ഹിന്ദു മതത്തിലേക്ക് മാറ്റിയത്. ഛത്തീസ്ഗഡ് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തവരെ തിരികെ എത്തിക്കാനുള്ള നീക്കങ്ങൾ ഹൈന്ദവ സംഘടനകൾ സജീവമാക്കുകയാണ്. ജീവിതം നയിച്ചുകൊള്ളാമെന്ന് അഗ്നിസാക്ഷിയായി ഇതിനാൽ സത്യം ചെയ്തുകൊള്ളുന്നു. ചെങ്ങന്നൂരിലെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ക്ഷേത്രത്തിൽ വെച്ചാണ് ചേരമർ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട കുടുംബത്തെ ഹിന്ദു മതത്തിലേക്ക് മാറ്റിയത്. അച്ഛനമ്മമാരും 2 മക്കളുമടങ്ങുന്ന കുടുംബം വർഷങ്ങൾക്ക് മുൻപ് ക്രൈസ്തവ മതത്തിലേക്ക് മാറിയവരാണ്. ഉത്തരേന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഘർവാപ്പസി വ്യാപകമാണെങ്കിലും കേരളത്തിൽ അത്ര സജീവമായിരുന്നില്ല. ഛത്തീസ്ഗഡിലെ പുതിയ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഹൈന്ദവ സംഘടനകളുടെ നീക്കമെന്നാണ് സൂചന. ആരെയും നിർബന്ധിച്ച് കൊണ്ടുവരുന്നില്ലെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ വ്യക്തമാക്കി. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ തന്നെ മതപരിവർത്തന പൂജകൾ ഔദ്യോഗികമായി നടക്കുന്നുണ്ടെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് പറയുന്നു. ഇത് വിശ്വ ഹിന്ദു പരിഷത്ത് ഉണ്ടായത് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. സനാതന ധർമ്മം വിട്ടുപോയ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സനാതന ധർമ്മത്തിൽ നിന്ന് മാറിപ്പോയ ആൾക്കാർക്ക് തിരികെ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് സർവ്വവിധമായ സഹായങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ രൂപീകരണത്തിലൊരു ഉദ്ദേശം തന്നെയാണ്. ഹിന്ദു മതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് തെറ്റല്ലെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബുവും പറഞ്ഞു. ഒരു മൂലധർമ്മത്തിൽ വിശ്വസിച്ചിരുന്നവര്, മൂലമതത്തിൽ വിശ്വസിച്ചിരുന്നവരെ അവരെ പല കാരണങ്ങളെ കൊണ്ട് മതം മാറ്റി കൊണ്ടുപോയി. അവരെ പ്രലോഭിപ്പിച്ചാവാം, അല്ലെങ്കിൽ കാശ് കൊടുത്താവാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിലാവാം. അവരെ മതം മാറ്റി കൊണ്ടുപോയി. അവര് തിരികെ മൂലധർമ്മത്തിലേക്ക് കൊണ്ടുവരുന്നു. 2014 കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഘർവാപ്പസി എന്ന നിലയിൽ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. അന്ന് അത് കോൺഗ്രസ് അടക്കം പാർലമെന്റിൽ ഉന്നയിക്കുകയും നിർബന്ധിത മതപരിവർത്തനമെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ വരും ദിവസങ്ങളിലും ഘർവാപ്പസി തുടരുമെന്നാണ് ഹൈന്ദവ സംഘടനകൾ വ്യക്തമാക്കുന്നത്. രഞ്ജിത്ത് രാമേന്ദ്രൻ, News 18. സുരേഷ് കുറുപ്പ്, നമുക്കറിയാം സുരേഷ് കുറുപ്പിനെ UDF വലവീശി പിടിക്കാൻ ശ്രമിക്കുന്നുവെന്ന വാർത്ത News 18 കോട്ടയത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വാർത്തയ്ക്ക് പിന്നാലെ കുറുപ്പിനെ സ്വാഗതം ചെയ്യുകയാണ് മോൻസ് ജോസഫ് MLA. സുരേഷ് കുറുപ്പ് UDFിലേക്ക് വരാൻ ഒരു തീരുമാനമെടുത്താൽ അത് സ്വാഗതാർഹമാണെന്നും മോൻസ് ജോസഫ് News 18നോട് പറഞ്ഞു. സുരേഷ് കുറുപ്പ് ഏതു മണ്ഡലത്തിൽ മത്സരിക്കാനും യോഗ്യനായ നല്ല സ്ഥാനാർത്ഥിയാണ്. നല്ല ആളുകൾ വരുന്നത് UDFിന് വളരെ നല്ലതാണ്. എന്നാൽ കുറുപ്പ് ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമോ എന്നറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. സുരേഷ് കുറുപ്പ് ഏത് മണ്ഡലത്തിലും മത്സരിക്കാൻ യോഗ്യനായ നല്ല സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് എന്താണെന്നുള്ളതിനെക്കുറിച്ച്, ഇങ്ങനെ എന്തെങ്കിലും ആലോചന ഉണ്ടോ എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ലാതെ ഒരു അഭിപ്രായം പറയുന്നതിനകത്ത് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞങ്ങളാരും അതിലേക്ക് കിടക്കുന്നില്ല. കാരണം പിന്നീട് വ്യക്തമാക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. പല സമയങ്ങളിലും ഒന്നിച്ചുണ്ട്, ട്രെയിനിൽ ഒന്നിച്ച് യാത്ര ചെയ്യാറുണ്ട്, ഒന്നിച്ച് കണ്ടുമുട്ടാറുണ്ട്. അതൊക്കെ സ്വാഭാവികമായും മനുഷ്യർ കണ്ടുമുട്ടുന്നില്ല. അദ്ദേഹം വന്ന ഒരു യുഡിഎഫിനൊരു ശക്തിയാകുന്നൊരു തോന്നലുണ്ടോ? അല്ല, തീർച്ചയായിട്ടും അദ്ദേഹം ഒരു എല്ലാവർക്കും താല്പര്യമുള്ള ഒരു പൊതുസ്വീകാര്യനായ വ്യക്തിത്വമാണല്ലോ. നല്ല മതിപ്പുള്ളൊരു ജനനേതാവാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹമൊക്കെ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. എന്നാൽ സ്വീകരിക്കുക എന്നുള്ളതാണ് UDFിന്റെ നിലപാട്. അത് UDF ചർച്ച ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും നല്ല ആളുകളൊക്കെ വരുന്നത് UDFിന് നല്ലതാണല്ലോ. പക്ഷേ UDF ജി ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീജിത്ത്, ഇന്ന് മനസ്സിലാക്കേണ്ടത് സുരേഷ് കുറുപ്പ് ഈ വാർത്ത നിഷേധിച്ചിട്ടുണ്ട്. പ്രചരിക്കുന്നത് വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു ശ്രമം UDFിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനെ കോട്ടയത്തെ പ്രധാന രാഷ്ട്രീയ നേതാക്കളൊക്കെ സ്വാഗതം ചെയ്യുന്നുണ്ട് എന്നുമാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? സുരേഷ് കുറുപ്പിനെ ഒപ്പം എത്തിക്കാൻ കോൺഗ്രസ് UDF നീക്കം നടത്തി. ചില ചർച്ചകൾ കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ തന്നെ നടത്തി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 2 ദിവസം മുൻപാണ് News 18 ഇത് സംബന്ധിച്ചൊരു വാർത്ത പുറത്തുവിട്ടത്. ഇതിന് പിന്നാലെയാണ് ഇന്നലെ മോൻസ് ജോസഫിന്റെ ഒരു പ്രതികരണം News 18 ലഭിക്കുകയും ഇന്നത് ചർച്ചയാകുകയും ചെയ്തത്. മോൻസ് ജോസഫ് ചൂണ്ടിക്കാണിക്കുന്നത് സുരേഷ് കുറുപ്പിനെ പോലെയുള്ള നേതാക്കൾ UDFിലേക്ക് വന്നാൽ, അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അത് UDFിന് കരുത്താകുമെന്ന് തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് മോൻസ് ജോസഫ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമോ എന്നറിയില്ല. പക്ഷേ രാഷ്ട്രീയമല്ലേ, ചിലപ്പോൾ സംഭവിച്ചേക്കാം.
എന്ന് ഫലത്തിൽ പറയുകയാണ് മോൻസ് ജോസഫ്. മോൻസ് ജോസഫിന്റെ ഈ പ്രതികരണത്തിന് തൊട്ട് പിന്നാലെ ഈ വാർത്ത നൽകുന്ന സമയത്ത് തന്നെയാണ് സുരേഷ് കുറുപ്പ് ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വരുന്നത്. ഇത് സംബന്ധിച്ച് പ്രചരിക്കുന്നതെല്ലാം വസ്തുത ഇല്ലാത്തതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റുമാനൂരിൽ താൻ മത്സരിക്കില്ല എന്നുള്ളതാണ്. ഫലത്തിൽ ന്യൂസ് 18 വാർത്ത പരിപൂർണമായും ഈ ചർച്ചകളെ അദ്ദേഹം നിഷേധിക്കുന്നില്ല. ഇങ്ങനൊരു ചർച്ച നടന്നോ എന്ന കാര്യമായിരുന്നു, കോൺഗ്രസ് ഇങ്ങനൊരു നീക്കം നടത്തുന്നു എന്നുള്ള ഒരു കാര്യമായിരുന്നു ന്യൂസ് 18 വാർത്തയായി നൽകിയത്. പക്ഷെ അദ്ദേഹം അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. മറിച്ച് ഇങ്ങനെ ഈ ഒരു ഏറ്റുമാനൂരിൽ മത്സരിക്കും എന്നത് ശരിയല്ല, താൻ മത്സരിക്കില്ല, എല്ലാ കാലത്തും CPM-നൊപ്പം തന്നെ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫലത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് രംഗത്ത് വരികയും ചെയ്തത്. എന്തായാലും കോൺഗ്രസിന്റെ വലിയ ശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയം കാണുന്നില്ല എന്നതുകൂടിയാണ് ഫലത്തിൽ സുരേഷ് കുറുപ്പിന്റെ ഈ നിഷേധക്കുറിപ്പിലൂടെ വ്യക്തമാകുന്നത്. ഒരു പരിധിവരെ ഏതാണ്ട് 4 ദിവസം മുൻപ് നൽകിയ വാർത്തയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ UDF-ന്റെ ഒരു ഔദ്യോഗിക പ്രതികരണം ഫലത്തിൽ കുറുപ്പിനെ സ്വാഗതം ചെയ്ത് രംഗത്ത് വരുന്ന ഒരു ഘട്ടത്തിലാണ് കുറുപ്പ് അതിനെ തള്ളിക്കളയുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും മധ്യ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഏറ്റുമാനൂരിൽ ഒരുപക്ഷെ കുറുപ്പിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ അത് ഗുണമാകുമെന്ന് കോൺഗ്രസ് കരുതിയിരുന്നു, UDF കരുതിയിരുന്നു. കാരണം VN വാസവനെ പോലെ കരുത്തനായ ഒരു നേതാവിനെ എതിരിടാൻ സുരേഷ് കുറുപ്പ് രംഗത്ത് വന്നാൽ ആ സീറ്റ് പിടിച്ചെടുക്കാമെന്ന കണക്കൂട്ടലായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് UDF-നെ സംബന്ധിച്ചുള്ളത്. ജോസഫ് ഗ്രൂപ്പ് കുറുപ്പ് വന്നാൽ ഏറ്റുമാനൂർ സീറ്റ് വിട്ടു നൽകാമെന്ന ഉറപ്പ് നൽകിയിരുന്നതായും നമുക്ക് വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇതെല്ലാമാണ് ഫലത്തിൽ വാർത്തയായി വരികയും ചെയ്തത്. പക്ഷേ കുറുപ്പ് അതിനില്ല എന്ന നിലപാട് പ്രഖ്യാപിക്കുന്നു. മധ്യ കേരളത്തിലടക്കം കുറുപ്പിന്റെ വരവ് വലിയ ഗുണം ചെയ്യും, അത്രയും പൊതുസമ്മതനാണ്, പൊതുസ്വീകാരനാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മോൻസ് ജോസഫ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. എന്തായാലും കുറുപ്പിന്റെ ഇത്തരം നിലപാട് വന്നതോടെ ഫലത്തിൽ മറ്റ് വിഷയങ്ങളിൽ, അതായത് ഇതുമായി ബന്ധപ്പെട്ട മുന്നോട്ടുള്ള ചർച്ചകൾ ഫലത്തിൽ നടക്കാതെ വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതേസമയം തന്നെ ലേഖന വിവാദത്തിൽ സുരേഷ് കുറുപ്പ് മൗനം തുടരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതിനെക്കുറിച്ച് ഇത്തരം ഒരു പ്രതികരണം നടത്തുമ്പോഴും ഒരക്ഷരം അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ സുരേഷ് കുറുപ്പ് തയ്യാറായിട്ടില്ല. അതാണ് കോട്ടയത്തെ ഏറ്റവും പുതിയ പൊളിറ്റിക്സ്. തുടർച്ചയായി NCP മത്സരിക്കുന്ന ഏലത്തൂർ സീറ്റ് ഏറ്റെടുക്കണമെന്ന സമ്മർദ്ദം ശക്തമാക്കി CPM. കോഴിക്കോട് ജില്ലാ ഘടകം ആണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. AK ശശീന്ദ്രൻ മത്സരിച്ചില്ലെങ്കിൽ സീറ്റ് ഏറ്റെടുക്കാൻ CPM സംസ്ഥാന നേതൃത്വവും ആലോചിക്കുന്നുണ്ട്. കുട്ടനാട് തോമസ് K തോമസ് വീണ്ടും മത്സരിച്ചേക്കും. 3ാമത്തെ സീറ്റിനു വേണ്ടി വിവിധ നേതാക്കൾ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ CPM-ന് ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലമാണ് എലത്തൂർ. പക്ഷേ 2011 മണ്ഡലം രൂപീകരിച്ചത് മുതൽ അവിടെ മത്സരിക്കുന്നതും വിജയിക്കുന്നതും NCP-യുടെ AK ശശീന്ദ്രനാണ്. പാർട്ടി സ്വാധീന മണ്ഡലം എന്തിനിങ്ങനെ ഘടകകക്ഷിക്ക് നൽകുന്നു എന്ന ചോദ്യം നേരത്തെ CPM-ലുണ്ട്. കഴിഞ്ഞ തവണയും മണ്ഡലം ഏറ്റെടുക്കണമെന്ന ആവശ്യം ജില്ലാ ഘടകം ഉയർത്തിയിരുന്നു. പക്ഷേ ശശീന്ദ്രനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈവിട്ടില്ല. അടുത്ത തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ ശശീന്ദ്രൻ ഒരുങ്ങുന്നതായാണ് സൂചന. അങ്ങനെയെങ്കിൽ മണ്ഡലം ഏറ്റെടുക്കുക CPM-ന് എളുപ്പമാകില്ല. ശശീന്ദ്രൻ മാറിയാലും എലത്തൂർ വിട്ടുകൊടുക്കില്ല നിലപാടുമായി ചില നേതാക്കൾ NCP-യിലുണ്ട്. PM സുരേഷ് ബാബുവിനെ പോലുള്ള നേതാക്കൾക്ക് വേണ്ടിയാണ് അവർ മണ്ഡലം ആവശ്യപ്പെടുന്നത്. എന്നാൽ ശശീന്ദ്രൻ മത്സരിച്ചില്ലെങ്കിൽ ഒരു കാരണവശാലും എലത്തൂർ NCP-ക്ക് നൽകേണ്ടെന്ന നിലപാടിലാണ് CPM. എലത്തൂരിന് പകരം കോഴിക്കോട്ട് തന്നെ കുന്നമംഗലം ലക്ഷ്യമിട്ടും നീക്കമുണ്ട്. 2016 വരെ 4 സീറ്റുകളിലാണ് NCP മത്സരിച്ചിരുന്നത്. എലത്തൂരിനും കുട്ടനാടിനും പുറമെ പാലായും കോട്ടക്കലും. കേരള കോൺഗ്രസ് M-ന് വേണ്ടി കഴിഞ്ഞ തവണ പാലാ എടുത്തു. കോട്ടക്കലിൽ മത്സരിച്ച മമ്മൂട്ടി NCP അജിത് പവാർ വിഭാഗത്തിനൊപ്പമാണിപ്പോൾ. അതിനാൽ ആ സീറ്റ് ഇത്തവണ NCP-ക്ക് അത്ര താല്പര്യമില്ല. ഇതിനു പകരം സീറ്റ് നൽകണമെന്നാകും ആവശ്യം. അങ്കമാലി, ചാലക്കുടി മണ്ഡലം ലക്ഷ്യമിട്ട് സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയും രംഗത്തുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. മലേഗാവ് സ്ഫോടന കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. അന്വേഷണ ഏജൻസികൾക്ക് കേസ് തെളിയിക്കുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചുവെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. ഗൂഢാലോചനയും പ്രതികൾക്കെതിരെയുള്ള ആരോപണങ്ങളും തെളിയിക്കാനായില്ലെന്നും മുംബൈ NIA പ്രത്യേക കോടതി വ്യക്തമാക്കി. ഇന്ത്യയിലെ ആദ്യ ഹിന്ദുത്വ തീവ്രവാദ ആക്രമണം എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെട്ട മലേഗാവ് സ്ഫോടന കേസിൽ 17 വർഷങ്ങൾക്ക് ശേഷം വിധി. തെളിവുകളുടെ അഭാവത്തിൽ മുൻ BJP MP പ്രജ്ഞാ സിംഗ് ഠാക്കൂറും മുൻ ആർമി ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് ശ്രീകാന്ത് പുരോഹിതും ഉൾപ്പെടെ കുറ്റാരോപിതരായ മുഴുവൻ പ്രതികളെയും കോടതി കുറ്റവിമുക്തരാക്കി. മുംബൈ പ്രത്യേക NIA കോടതിയാണ് കേസിലെ 7 പ്രതികളെയും വെറുതെ വിട്ടത്. വിരമിച്ച മേജർ രമേശ് ഉപാധ്യായ്, അജയ് രഹിക്കർ, സുധാകർ ദ്വിവേദി, സുധാകർ ചതുർവേദി, സമൂർ കുൽക്കർണി, രാമചന്ദ്ര കൽസാഗ്രെ എന്നിവരായിരുന്നു കേസിലെ മറ്റു പ്രതികൾ. മഹാരാഷ്ട്ര ആന്റി ടെററിസം സ്ക്വാഡും NIA-യും ഉൾപ്പെടെ 4 ഏജൻസികൾ കേസ് അന്വേഷിച്ചിരുന്നു.
എന്നാൽ കേസ് തെളിയിക്കുന്നതിൽ ഏജൻസികൾ പരാജയപ്പെട്ടെന്ന് കോടതി വ്യക്തമാക്കി. കേസിൽ ഗൂഢാലോചന നടന്നതായി തെളിവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. കേസിൽ സ്ഫോടനം നടത്താൻ ഉപയോഗിച്ച ബൈക്ക് പ്രജ്ഞാ സിംഗിന്റെ പേരിലുള്ളതെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. ഈ വാദവും കോടതി തള്ളിക്കളഞ്ഞു. ബൈക്കിന്റെ ചേസ് നമ്പർ മാഞ്ഞുപോയ നിലയിലായിരുന്നു. എഞ്ചിൻ നമ്പറിന്റെ കാര്യത്തിലും സംശയങ്ങളുണ്ടായിരുന്നു. ഇത് കാരണം ബൈക്ക് പ്രജ്ഞാ സിംഗിന്റേതാണെന്ന വാദം നിലനിന്നില്ല. സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചത് ബൈക്കിലാണെന്ന വാദത്തിനും തെളിവില്ലായിരുന്നു. കേസിലെ മറ്റൊരു പ്രതിയായ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് ശ്രീകാന്ത് പുരോഹിതിനെതിരെയുള്ള ആരോപണങ്ങളും എൻഐഎക്ക് തെളിയിക്കാനായില്ല. സ്ഫോടനം നടത്താൻ ഉപയോഗിച്ച RDX എത്തിച്ചത് പുരോഹിതാണെന്നും സ്ഫോടക വസ്തുക്കൾ ഇയാൾ വീട്ടിൽ സൂക്ഷിച്ചെന്നുള്ള വാദങ്ങൾക്കും അടിസ്ഥാനമില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. 2008 സെപ്റ്റംബർ 29-നാണ് നാസിക്കിലെ മലേഗാവ് മസ്ജിദിനടുത്ത് സ്ഫോടനം നടന്നത്. ഇതിൽ 6 പേർ മരിക്കുകയും 100-ലധികം പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിരുന്നു. 2011-ലാണ് കേസ് NIA ഏറ്റെടുക്കുന്നത്. 2018-ൽ മുംബൈ NIA പ്രത്യേക കോടതിയിൽ വിചാരണ ആരംഭിച്ച കേസിൽ 323 സാക്ഷികളെ വിസ്തരിച്ചിരുന്നു. 40 സാക്ഷികളാണ് കേസിൽ കൂറുമാറിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇനി പ്രത്യേക സെഗ്മെന്റിലേക്ക് പോകാം. വൈറൽ കട്ട്സ്. ഇന്നത്തെ വൈറൽ കട്ട്സിൽ ഗാസയിലെ സങ്കട കാഴ്ചകളിലേക്കാണ്. ലോകത്തെ ഏറെ ദുഃഖത്തിലാർത്തുന്ന ചില ദൃശ്യങ്ങളാണിത്. യുദ്ധക്കെടുതി രൂക്ഷമായ ഗസയിൽ ആഹാരത്തിനായി കേഴുന്ന ജനം. അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വല്ലപ്പോഴുമാണ് ഭക്ഷണം സന്നദ്ധ സംഘടനകൾ കൊണ്ടു നൽകുക. ഏറ്റവും കൂടുതൽ വിശപ്പ് അനുഭവിക്കുന്നത് കൊച്ചു കുഞ്ഞുങ്ങളാണ്. അവസാനത്തെ വറ്റുവരെ വടിച്ചു നക്കി കഴിക്കുന്ന ഈ കുരുന്നുകളുടെ കാഴ്ച ആരുടെ കണ്ണാണ് നനയ്ക്കാത്തത്? ഗസയിലെ അഭയാർത്ഥി ക്യാമ്പായ യാർമാക് സ്റ്റേഡിയത്തിലെ കാഴ്ചകളാണിത്. 2 മാസത്തിനുള്ളിൽ 1200 പേരാണ്, കുട്ടികളടക്കം, ഗസയിൽ പട്ടിണി മൂലം മരിച്ചത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഒഴിവാക്കി ഗ്ലാസ് ബോട്ടിലുകളിലേക്ക് മാറാൻ ബെവ്കോ 800 രൂപയ്ക്ക് മുകളിലുള്ള മദ്യക്കുപ്പികൾ ഗ്ലാസ് ബോട്ടിലുകളാക്കും. പ്ലാസ്റ്റിക് ബോട്ടിലുകൾക്ക് 20 രൂപ ഈടാക്കും. തിരികെ നൽകിയാൽ തുക മടക്കി നൽകുമെന്നും മന്ത്രി അറിയിച്ചു. അതായത് ഔട്ട്ലെറ്റുകളിൽ തിരികെ നൽകണമെന്നും നിർദ്ദേശമുണ്ട്. നമ്മൾ മറിച്ച് ഏത് ഔട്ട്ലെറ്റിലും കൊടുക്കാമോ എന്നുള്ള സാധ്യത പരിശോധിക്കുന്നുണ്ട്. പക്ഷെ തമിഴ്നാട്ടിൽ ഇപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ രാഷ്ട്രീയക്കുഴപ്പം ഒഴിവാക്കാനാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അതേസമയം ഭാവിയിൽ നമുക്ക് ഏത് ഔട്ട്ലെറ്റിൽ കൊടുത്താലും റീഫണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നടപ്പാക്കും, അത് ആലോചിക്കും. നമുക്ക് മദ്യവെക്കുന്നവരെ ദ്രോഹിക്കുക എന്നുള്ള ഉദ്ദേശമേ ഇല്ല. മറിച്ച് ഈ പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിയപ്പെടുന്നത് ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ സാധ്യതയും നോക്കുമെന്ന് പറഞ്ഞത്. ഏത് ഔട്ട്ലെറ്റിലും കൊടുക്കാവുന്ന സാധ്യതയും നോക്കും. എത്ര കുപ്പിയും കൊണ്ടുവരാം. അത് കുടിക്കുന്നവർക്ക് മാത്രമേ കൊണ്ടുവരാവുന്നില്ല, ആർക്കും കൊണ്ടുവരാം. കാരണം ഈ സ്റ്റിക്കർ വേണം അതിനകത്ത്. അതുണ്ടെങ്കിൽ 20 രൂപ തിരിച്ചു കിട്ടും. അപ്പോൾ പൈസ പ്രശ്നമല്ലാതെ വലിച്ചെറിയുന്നവർ കാണും. അപ്പൊ അതുകൊണ്ട് അത് ആരെങ്കിലും പോയിട്ട് എടുത്തു കൊണ്ടുവന്നാൽ പൈസ കിട്ടും. ഒരാൾക്കൊരു കുപ്പി എന്നൊന്നുമില്ല. സ്റ്റിക്കർ ഉണ്ടോ എന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഒരു കാര്യം കൂടി കൂട്ടത് പറയട്ടെ. ഇവിടെ ചോദിച്ചല്ലോ ഈ ക്യൂവിന്റെ കാര്യം. ക്യൂ ആളുകളുടെ ബുദ്ധിമുട്ടൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ബെവ്കോ എല്ലാ ജില്ലകളിലും ഒരു സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റ് ആരംഭിക്കണം എന്ന് തീരുമാനിച്ചിരുന്നു. ആദ്യത്തേത് ഓഗസ്റ്റ് 5-ന് തൃശ്ശൂരിൽ ആരംഭിക്കുകയാണ്. ആലപ്പുഴ നഗരത്തിൽ പട്ടാപ്പകൽ കത്തിക്കുത്ത്. കണ്ണൂർ സ്വദേശിയാണ് KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ച് കുത്തിപ്പരിക്കേൽപ്പിച്ചത്. 2 തിരുവനന്തപുരം സ്വദേശികളെ കസ്റ്റഡിയിലെടുത്തു. ദൃശ്യങ്ങൾ ന്യൂസ് 18 കിട്ടി. ഒന്നും ചെയ്യല്ല. ജീവുണ്ടെങ്കിൽ നിന്റെ ബാക്കി ജീവൻ കൂടി എടുക്കും. നീ ഒരു പെങ്കൊച്ചിന്റെ കാത്ത് ഒന്നാണ് ഇറങ്ങണ ഇതിനെ വിധി വിധി ഞാൻ എഴുതും.
സമസ്ത ലീഗ് ഭിന്നതകൾ പരിഹരിക്കാനുള്ള യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. ഇരുവിഭാഗവും തമ്മിലുള്ള ഭിന്നതകളുടെ പ്രധാന കാരണമായ CIC വിഷയത്തിലുള്ള ചർച്ചകൾ തുടരുമെന്ന് നേതാക്കൾ അറിയിച്ചു. ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയുമാണ് സമസ്ത നേതാക്കളുമായി ചർച്ചയ്ക്കെത്തിയത്. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളോടൊപ്പം സമസ്തയിലെ ലീഗ് അനുകൂലികളും വിരുദ്ധരുമായ നേതാക്കൾ ചർച്ചയ്ക്കെത്തി. സാദിഖ് അലി തങ്ങൾ ചെയർമാനായ കോഓർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ചയിലും കീറാമുട്ടിയായി തുടർന്നു. CIC ജനറൽ സെക്രട്ടറിയായ ഹക്കീം ഫൈസി ആദിശ്ശേരിയെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാതെ ഒത്തുതീർപ്പുകൾക്കില്ലെന്ന് സമസ്തയിലെ ലീഗ് വിരുദ്ധർ ഇന്നത്തെ ചർച്ചയിലും ആവർത്തിച്ചു. വിഷയത്തിൽ ലീഗിനുള്ളിൽ ആശയവിനിമയം നടത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും ചർച്ച നടത്താമെന്ന ധാരണയിൽ യോഗം പിരിഞ്ഞു. പരസ്പരം ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. അത് പറഞ്ഞു തീർക്കാനാണ് ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത്. അത് ഏകദേശം പറഞ്ഞു തീർത്തിട്ടുണ്ട്. ബാക്കി അതിലേക്ക് ചില നിർദ്ദേശങ്ങളും മറ്റൊക്കെ പിന്നീട് അതിനെ സംബന്ധിച്ച് ഒന്നും കൂടി വിശദമായി കൊണ്ട് ഇരുന്ന് ഒരു പൂർണ്ണമായ രൂപത്തിൽ അടുത്ത ദിവസം ഒരാഴ്ചൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ 2 ആഴ്ചൻ്റെ ഉള്ളിലോ അത് തീരുമാനിക്കപ്പെടും. എല്ലാവർക്കും പറയാനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു. അതിനെല്ലാം അത് നേതൃത്വം ശ്രദ്ധയോടെ അത് കേൾക്കുകയും അതിന്റെ പരിഹാരം തുടർ ദിവസങ്ങളിൽ ഉള്ള നടപടികളിലൂടെ അതിന്റെയൊക്കെ പരിഹാരം ഉണ്ടാക്കുന്നതുമാണ് എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായി മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം അടക്കമുള്ളവർ നടത്തിയ വിമർശനങ്ങളടക്കം ഇരുപക്ഷവും തമ്മിൽ ഭിന്നതയുണ്ടായിരുന്ന വിഷയങ്ങളിൽ സമവായത്തിലെത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ സംസ്ഥയുമായി ഭിന്നത തുടർന്നാൽ ലീഗിന് വലിയ തിരിച്ചടിയുണ്ടാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് സംസ്ഥയുമായുള്ള ബന്ധം ഊഷ്മളമാക്കാൻ ലീഗ് നേതാക്കൾ തന്നെ മുൻകൈയെടുത്ത് ചർച്ച നടത്തുന്നത്. ന്യൂസ് 18 കോഴിക്കോട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ദുരവസ്ഥ തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസിനെ ആരും പറഞ്ഞിട്ടില്ല. ഹാരിസിനെതിരെ വകുപ്പുതല നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ സർക്കാരിന്റെ നീക്കം. നേരത്തെ മന്ത്രിയെ ഒക്കെ ഹാരിസിനെ പിന്തുണച്ച് സംസാരിച്ചുവെങ്കിലും അന്വേഷണം നടത്തി ഹാരിസിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ തീരുമാനിച്ചു. ഇന്ന് നൽകിയത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറാണ് ഇക്കാര്യം കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. യൂറോളജി വിഭാഗത്തിലെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലെന്ന് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഡോക്ടർ ഹാരിസ് പറഞ്ഞു. പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഈ വാദത്തിൽ ഉറച്ചു നിന്നു. ഇന്നും ഡോക്ടർ ഹാരിസ് തന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. കുഴപ്പമില്ല എന്നല്ല, എന്താണെന്നെങ്കിലും നമ്മൾ ഫേസ് ചെയ്യണമല്ലോ. നമുക്കിപ്പോൾ എന്തെങ്കിലും അതതിനനുസരിച്ച് ചെയ്യും. മറുപടി എഴുതി വെച്ചിരിക്കുന്നു. അതാണ് ഞാൻ താമസിച്ചത്. ഇത്ര സമയം എല്ലാം വിത്ത് തെളിവ്. ഇത് സ്വന്തമായിട്ട് തന്നെ കൊടുക്കുന്നത്. ഞാൻ എന്റെ കൈപ്പടയിൽ എഴുതി നേരിട്ട് ചീഫ് സെക്രട്ടറിക്ക് നേരിട്ട് കൊടുക്കുകയാണ്. വേറെ ആരും അറിയിക്കാം. കൊടുക്കാൻ പോകുന്ന വിശദീകരണം ഓൾറെഡി സമിതിക്ക് മുൻപാകെ കൊടുത്ത കാര്യങ്ങളല്ലേ. ആ തെളിവുകളും കാര്യങ്ങളെല്ലാം ഓൾറെഡി കൈമാറിയിട്ടുണ്ടല്ലോ. പക്ഷെ അത് കണ്ടിട്ടും അവർക്ക് ബോധ്യപ്പെടുന്നില്ല. അല്ല അതിപ്പോ അന്വേഷണ സമിതി എന്ന് പറയുന്നവര് അവര് പ്രത്യേക കുറച്ച് വിഭാഗക്കാരാണ്. അവര് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്തതെന്ന് നമുക്കറിയില്ലല്ലോ. അത് പല ലെവലിൽ ഇന്റർപ്രറ്റ് ചെയ്തു പോകുമ്പോൾ പല രീതിയിലായിരിക്കുമല്ലോ പോവുക. അപ്പോൾ ഇതിന്റെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ചീഫ് സെക്രട്ടറി, ഹെൽത്ത് സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ എൻ്റെ മറുപടി നേരിട്ട് കൊടുക്കുകയാണ്. എന്താണ് എൻ്റെ സംഭവം എന്നുള്ളത് അദ്ദേഹത്തിന് നേരിട്ട് കൊടുക്കുകയാണ്. അതല്ലാതെ നമുക്ക് ഇനിയിപ്പോൾ വേറെ ഒരാൾ വഴി അയക്കുമ്പോൾ അവർക്കും ഈ ഇടയ്ക്ക് നിൽക്കുന്നവർക്കും അവരുടേതായ താല്പര്യങ്ങളും ഒക്കെ കാണും. ഇതിനകത്ത് തെളിവ് കൊടുത്തവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ കാണും. പല സൈഡിൽ നിന്നുള്ള താല്പര്യങ്ങൾ കാണും. അതൊന്നും നമുക്കറിയില്ല. ഞാൻ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നു. അല്ല, അതൊന്നും നമുക്കറിയില്ല. ശരി, ഡോക്ടർ ഹാരിസിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. ഏതായാലും ഹാരിസ് പോരാടാൻ തന്നെ ഉറച്ചാണ്. തേവലക്കര സ്കൂളിൽ വിദ്യാർത്ഥിയായ നിതിൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ KSCB ഓവർസിയർക്ക് സസ്പെൻഷൻ. തേവലക്കര സെക്ഷനിലെ ഓവർസിയറായ ബിജു എസിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഓവർസിയറുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായെന്നും സമഗ്രമായ അന്വേഷണം നടത്തി 1 മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നും ആണ് നിർദ്ദേശം. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചുവെന്ന നടി മാല പാർവതിയുടെ പരാതിയിൽ കേസെടുത്ത് കൊച്ചി സൈബർ പോലീസ്. മനേഷ് എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നാണ് ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചത്. ഭാരതീയ ന്യായ സംഹിതയും IT ആക്ടിലെ വിവിധ വകുപ്പുകളും ചുമത്തിയാണ് കേസ്. കേസെടുത്തതിന് പിന്നാലെ പോലീസ് അന്വേഷണവും ആരംഭിച്ചു. സംസ്ഥാനത്ത് ഇത്തവണത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി ഏതാണ്ട് 3 മണിക്കൂറിനകം അവസാനിക്കും. 52 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കടലിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. പല നിറയെ മീനുമായി എത്തുന്ന തീരത്തെ ഉത്സവ നാളുകൾക്കായി തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. ഇനിയൊരു ചാകരക്കോള്, അതാണ് മത്സ്യത്തൊഴിലാളികളുടെ മനസ്സ് നിറയെ.
ജൂൺ 10 അർദ്ധരാത്രി ആരംഭിച്ച മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കുകയാണ്. തൊഴിലാളികളും ബോട്ടുടമകളും വലയും ബോട്ടും ഒരുക്കുന്നതിന്റെ അവസാനവട്ട തിരക്കിലാണ്. കരയ്ക്ക് കയറ്റിയ ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികളും പെയിന്റിംഗും ഒക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇതര സംസ്ഥാന തൊഴിലാളികളാണിപ്പോൾ മത്സ്യമേഖലയിൽ പണിയെടുക്കുന്നവരിൽ അധികവും. നിരോധന കാലത്ത് അവരവരുടെ നാടുകളിലേക്ക് മടങ്ങിയ ഇവർ തിരിച്ചെത്തി തുടങ്ങി. ഇത്തവണ മഴ കൂടുതൽ ലഭിച്ചതിനെ തുടർന്നുള്ള കടലിലെ താപനില പ്രതീക്ഷ കൂട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കടൽക്ഷോഭം അല്പമൊന്നും കുറഞ്ഞിട്ടുണ്ടെങ്കിലും ജാഗ്രത പാലിച്ചു വേണം മത്സ്യബന്ധനത്തിന് കടലിൽ ഇറങ്ങേണ്ടതെന്ന് ഫിഷറീസ് വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കടലിൽ പോയ പരമ്പരാഗത വള്ളങ്ങൾക്ക് മത്തിയും ചെമ്മീനും ലഭിച്ചിരുന്നു. കിളിമീൻ, പൂവാലൻ, ചെമ്മീൻ എന്നിവ ധാരാളം ലഭിക്കാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് ട്രോളിംഗ് നിരോധനം കഴിഞ്ഞുള്ള ദിവസങ്ങൾ. ന്യൂസ് 18 കൊല്ലം. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി പോലീസ് പെട്രോൾ കാണാം. ടോം കുര്യാക്കോസ് ചേരും.